ഏറെ സ്നേഹബഹുമാനമുള്ള അമ്മമാരെ, സഹോദരി സഹോദരന്മാർ, ചാലെ ബ്രാഹ്മണ സമുദായത്തിൻ്റെ 100ാമത് മംഗലോത്സവം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ധന്യമായ മുഹൂർത്തത്തിൽ ഒരു ജനപ്രതിനിധിക്ക് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ അഭിമാനം തോന്നുകയാണ്. കഴിഞ്ഞ 100 വർഷക്കാലത്തെ ഈ പങ്കിനുത്സവത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ 100ാമത് ആഘോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി എനിക്ക് വളരെ വ്യക്തിപരമായിട്ടുള്ള അഭിമാനം തോന്നുന്ന നിമിഷമാണ്. ഈ ധന്യമായ മുഹൂർത്തം ഉദ്ഘാടനം സംസാരിച്ച സ്നേഹപൂർവ്വം എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ള മുൻ ചീഫ് സെക്രട്ടറിയുടെ ആയിട്ടുള്ള ഏറെ ബഹുമാനായിട്ടുള്ള ശ്രീ കെ ജയകുമാർ സാർ അവരാണ്. ഞങ്ങളുടെ വലിയശാലയിലെ കാന്തല്ലൂർ റെസിഡൻസിൻ്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിക്കുകയും അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് ആ പരിപാടി ധന്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയശാലയിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകനീയ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ എളിമയും അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി ഏറെ പ്രശംസനീയമാണ്. അദ്ദേഹത്തെ പോലൊരാളുടെ ഈ ധന്യമായ മുഹൂർത്തത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പങ്കെടുത്തുകൊണ്ട് വന്നതിൽ ആ വേദി എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതേറെ സന്തോഷമുള്ള കാര്യമാണ്. ഈ ധന്യമായ മുഹൂർത്തം നടക്കുമ്പോൾ തന്നെ നമ്മുടെ വാർഡിൽ തന്നെയുള്ള ഏറെ ചരിത്രപ്രസിദ്ധവും പുരാതനവും പൈതൃകവും നിറഞ്ഞ ശ്രീ കാന്തല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരം നഗരസഭ ഇത്തവണത്തെ ബഡ്ജറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് 10 കോടി രൂപ അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. വരാൻ പോകുന്ന നാളുകളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡുമായിട്ട് കൈകോർത്തുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റിൻ്റെ അനുമതിക്ക് വേണ്ടി ബഡ്ജറ്റിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മേയർ പറയുകയുണ്ടായി, ഇത് ദേവസ്വം ബോർഡ് ക്ഷേത്രമായതിനാൽ ദേവസ്വം ബോർഡിൻ്റെ അനുമതി നമുക്ക് കിട്ടാതെ പോയാൽ ചിലപ്പോൾ ബഡ്ജറ്റിൽ വയ്ക്കുന്ന തുക ഉപയോഗിക്കാൻ കഴിയാതെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. ബഡ്ജറ്റിൽ ഞങ്ങളിങ്ങനെ ഇത്തരത്തിലുള്ള ചില ഫണ്ടുകൾ മാറ്റിവെച്ചുകൊണ്ട് കാന്തല്ലൂർ ശാല പഴമകൾ നിറഞ്ഞ പൈതൃകങ്ങളുടെ നിറകൂടമായിട്ടുള്ള കാന്തല്ലൂർ ശാല നവീകരിക്കാൻ വേണ്ടി നാം ഉദ്ദേശിക്കുകയാണ്. അതിന് ദേവസ്വം ബോർഡിൻ്റെ അനുമതി വേണമെന്ന് പറഞ്ഞപ്പോൾ വിത്ത് സെക്കൻഡിൽ തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ PA വിളിച്ചു. ഉടൻ തന്നെ ലെറ്റർ തയ്യാറാക്കി എനിക്ക് കൈമാറുകയുണ്ടായി. അപ്പോൾ ഇത് നമുക്ക് ഉറപ്പായി കഴിഞ്ഞു, വരും നാളുകളിൽ കാന്തല്ലൂർ ശാലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി നഗരസഭ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങളൊരു ടീമിനെ നഗരസഭയുടെ ഉദ്യോഗസ്ഥ നിലവാരത്തിലുള്ള ബഹുമാനപ്പെട്ട മേയറും അതിൻ്റെ ചെയർപേഴ്സന്മാരും ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന ഒരു ടീമിനെ, ഇതൊരു സ്പെഷ്യൽ പ്രോജക്റ്റ് വർക്കാണ്. ക്ഷേത്രത്തിൻ്റെ പേരിൽ അങ്ങനെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മേയർ പ്രസംഗത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വന്ന് വരും നാളുകളിൽ നിങ്ങളുടെ കൂടെ സഹായം നമുക്ക് ആവശ്യമാണ്. ആ കാന്തല്ലൂർ ശാല എന്തൊക്കെ ചെയ്യണമെന്ന് സംബന്ധിച്ചിട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനുവേണ്ടി ഒരു കമ്മിറ്റി ചേരേണ്ടതായിട്ടുണ്ട്. അടിയന്തരമായിട്ട് ചെയ്തു തീർക്കേണ്ട വർക്കുകൾ ആദ്യ ഗഡുവായിട്ട് 5 കോടി രൂപ ഇപ്പോൾ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പം വരും നാളുകളിൽ നമുക്ക് മെയിലോ ജൂണിലോ നമുക്കതിൻ്റെ പ്രാരംഭ പ്രവർത്തനം തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് നമുക്ക് നല്ലൊരു മാസ്റ്റർ പ്ലാൻ നമുക്കവിടെ തയ്യാറാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ
ഓരോ കാലഘട്ടത്തിലും പറഞ്ഞ ഭരണാധികാരികൾ കഴിഞ്ഞ വർക്കുകൾ പൊളിച്ചു മാറ്റി പുതുത് ചെയ്യാൻ വേണ്ടി തയ്യാറാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു 50 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നമുക്ക് ദേവസ്വം ബോർഡിൽ കൂടെ തന്നെ പെർമിഷൻ മേടിച്ചു കഴിഞ്ഞാൽ ഒന്നാം ഘട്ടം ഈ 2025 തുടങ്ങുകയും പൂർത്തീകരിക്കുകയും ചെയ്താൽ വരുന്ന നാളുകളിൽ നമുക്ക് ബാക്കി വരുന്ന ഫണ്ടുകൾ ഇടുന്നുണ്ട്. ധാരാളം സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും അംഗീകാരം ലഭിച്ച ഒരു സബ്മിഷൻ ആദ്യമായിട്ടാണ് വല്ലിശാല കാന്തള്ളൂർ ശാലയെ അവതരിപ്പിച്ചപ്പോൾ എനിക്ക് ലഭിച്ചത്. കാരണം അത്രമാത്രം മന്ത്രിമാരടക്കം ആ സബ്മിഷനെ പിന്തുണച്ചുകൊണ്ട് താങ്കളുടെ മണ്ഡലത്തിൽ ഇത്രയും പുരാതനമായ ഒരു ക്ഷേത്രവും അതിൻ്റെ പാരമ്പര്യമൊക്കെ ഉള്ളവരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നെന്നും അതുകൊണ്ട് അടിയന്തരമായി തന്നെ ആ സബ്മിഷൻ അവതരിപ്പിച്ച വിഷയത്തെ അംഗീകരിച്ചുകൊണ്ട് മന്ത്രിസഭാ തീരുമാനം വരികയുണ്ടായി. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രസാദം പദ്ധതിയിൽ കാന്തള്ളൂർ ശാലയെ ഉൾപ്പെടുത്തിയ വിവരവും നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള തുടക്കം കുറിക്കാൻ പോകുന്നവരെ അറിയിച്ചുകൊണ്ട് ഈ ധന്യമായ മുഹൂർത്തത്തിൽ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും തിരുവനന്തപുരം നഗരസഭയുടെ എൻ്റെ വ്യക്തിപരമായ ആശംസ അറിയിച്ചു ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. അഭ്യാവർത്തദ്ഭുവേദസാഗമയകം ശാസ്താധിപതിർവോസ്തു അസ്യ വിജ്ഞാനമനുസഗംരമത്വമിമം പശ്ചാദരുചീവാത സർവേ ഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നഃ ശാസ്താ പ്രചോദയാത്. എല്ലാവർക്കും നമസ്കാരം. ശാലൈ ഗ്രാമസമുദായം பங்குனி உத்திரம் 100ஆம் வார்ஷிகத்தில் கடந்திருக்கு. அதில் வைதிக சம்ரக்ஷண சமிதி இவ்வளோ அத்தியக்ஷங்கிற பேரில் இந்த எளியனையும் ஆதரித்ததுக்கு ரொம்ப நன்றி அறிவிச்சுக்கிறோம். பிரதானமாக 2 காரியங்கள் தான் பேசுகிறதுக்கு. பகவான் ஐயப்பன் தாத்தா விதாத்தா இந்த 2 பேர் தான், அந்த பேர் தான் ரொம்ப பிரதானமாக பகவான் ஆவாகனம் பண்ணும்போது அதுதான் நம்ம சொல்லுவோம். தாத்தா விதாத்தா, தாத்தா தான் விதாத்தா. ஆனால் பிரம்மாவோட ஒரு ரூபம் அதுதான் சாஸ்தா. சாஸ்தா நம்ம சாஸ்தா இந்த ஒரு ரூபம்னு சொல்லிகிட்டு இருக்கோம். நான் சரிக்கு சாஸ்தானா நம்ம பிரம்ம சூக்தம் பாராயணம் பண்ணும்போது அதில் இந்த சாஸ்தாங்கிற பேர் வருது. சம்ஹிதையில் எங்கே பார்த்தாலும் உங்களுக்கு சாஸ்தாங்கிற பேர் வரப்பட்ட இடத்துலாம் பிரம்மாங்கிற ஒரு அர்த்தம் தான் அங்கே கொடுத்துருக்கான். அதாவது பிரம்மா தான் சாஸ்தாங்கிற மாதிரி. பிரம்மானா இப்போ நம்ம லோக்கலாக சொல்லப்பட்ட பிரம்மா இல்ல, அது வைதிகமான வேறு சாயன பாஷ்யத்தில் வேறு அர்த்தங்கள் கொடுத்துருக்கா. அந்த சாஸ்தாவை தான் நம்ம பரம் ஜோதிஷுன்னு சொல்லி ஐயப்ப தெய்வமாக நம்ம கொண்டாடுறோம். அந்த பரம ஜோதிஷான அந்த சாஸ்தாவோடு பிறந்தநாள், அந்த பிறந்தநாள் தான் உத்திரம், பங்குனி மாதத்தில் உத்திரம். அந்த உத்திரத்தை நம்ம 100 வருஷமாக இங்கே ரொம்ப விமர்சையாக நடந்துகிட்ருக்கு. அடியனுக்கு 2010 இங்கே பூஜை பண்ணுறதுக்குள்ள ஒரு வாய்ப்பு கிடச்சிருக்கு. ஒரு 10-12 வருஷம் சுவாமி ஆராதனை பண்ணியிருக்கோம். அதில் 100 வருஷம் ஆயிருக்குன்னு சொன்னால் அந்த 1ஆமത്തെ வருஷம், அதாவது 100 வருஷத்துக்கு முன்னால் நடத்தினவா யாருமே இப்போ இருக்க மாட்டா. ஆனால் அவளுக்கு கூட இருக்கப்பட்டவா அவளோட அனுபவத்தை பார்க்கும்போது ரொம்ப ஆனந்தமாக இருக்குது. ஏன்னா இப்போது நம்ம ஜெயக்குமார் சார் அவர் சொன்னார்,
பரஞ்சோதிஷு, அந்த பரஞ்சோதிஷை நம்ம ஆராதிச்சானா நமக்கு சமாதானம் சாந்தி கிடைக்கும் என்ன அவர் ரொம்ப சுருக்கமாக ரத்ன சுருக்கமாக சொல்லிட்டு போய் अग्ने त्वं कारयानव्यो अस्मान् स्वस्ति विरति दुर्गाणि विश्वा गोचरन्ते बगुलान पूर्वे भवादो यतनया यशव्यो विश्वानिनो दुर्गः जातवेदः सिन्धुं ननावादुरितादिवर्षे अग्ने अत्रिवन्मनसा गृह्णानो अस्माकं बोध्यविदा तनूना कृतनादिरगं सगमानमुग्रमग्निगं भुवेन परमात्सदस्तादे सनः परिषदति दुर्गाणि विश्वाख्यादेवो अधिदुरितादग्निः प्रज्ञोषिगमेभ्यो अन्तरेषु सदात्यहो दानव्यच्च सत्सि स्वाज्ञाग्ने सर्वं विप्रयस्वास्मभ्यञ्जसो भगमाय जस्व गोभिर्दुष्टमयि जो निषिद्धं देवेन्द्र विष्णु अनुसञ्जरेम नागस्य पृष्ठम